നമ്രൂദിൽ നിന്ന് രക്ഷപ്പെടാൻ 15 മാസക്കാലം ഗുഹയ്ക്കകത്ത് ഒറ്റയ്ക്കിരുന്ന പ്രവാചകനാ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. ജനിച്ചപ്പോ തന്നെ 15 മാസക്കാലം ക്രൂരനായിരുന്ന മോശക്കാരനും വൃത്തികെട്ടവനുമായിരുന്ന നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി, ആ ഭരണാധികാരിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഗുഹയ്ക്കകത്തിരുന്ന ചരിത്രം ഞാനും നിങ്ങളും മറന്നുപോയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജനനം തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എവിടാ ജനിച്ചത്? വെടി കൊണ്ടതുപോലെ ഇരിക്കുക. എവിടാ ഇബ്രാഹിം നബി ജനിച്ചത്? സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചരിത്രം പറയുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജനനം തന്നെ ഗുഹയ്ക്കകത്തായിരുന്നു. 15 മാസത്തോളം അതിനകത്താ കഴിഞ്ഞത് എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അവിടെ നിന്ന് ചരിത്രം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ചെറുപ്പത്തിൽ തന്നെ പോരാട്ട വീര്യമുണ്ടായിരുന്ന പ്രവാചകനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ബാബിലോണിയയിലെ കൊട്ടാരത്തിന്റെ അടുത്ത് പൂജാരിയുടെ വീട്ടിൽ താമസിച്ചിട്ടും അവിടെ നിന്ന് ബഹുദൈവ ആരാധനയോട് ഒറ്റയ്ക്ക് പൊരുതിയ മനുഷ്യനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ അനുയായികളും തന്റെ കുടുംബക്കാരും എല്ലാവരും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് കണ്ടു. എല്ലാവരും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് കണ്ടിട്ട് പോലും തന്റെ കുടുംബത്തിലെ പിതാവാണ് വിഗ്രഹമുണ്ടാക്കുന്നത്. ആ കുടുംബത്തിൽ കഴിഞ്ഞിട്ട് പോലും പടച്ചവനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ഏകദൈവ വിശ്വാസത്തിന്റെ പേരിൽ ഇതൊന്നും ശരിയല്ല, ഇതൊന്നും റബ്ബല്ല, വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞിട്ട് പോരാട്ടം നടത്തിയത് ചെറുപ്പത്തിലാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വലഖദ് ആതൈനാ ഇബ്രാഹീമ റുസ്തഹു മിൻ ഖബൽ വകുന്നാ ബിഹി അലിമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെറുപ്പകാലം മുതലേ പോരാട്ട വീര്യങ്ങൾ നടത്തുകയാണ്. ബഹുദൈവ വിശ്വാസത്തിന്റെ എതിരായി ആ ചെറുപ്പം മുതലേ പോരാട്ടം നടത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, അവിടെ ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്തു നോക്ക്. അവസാനം വിഗ്രഹങ്ങളെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കി. അവസാനം നംനൂർ എന്ന് പറയുന്ന ഭരണാധികാരികളുടെ കിങ്കരന്മാര് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അവിടെ നിന്ന് ചെറുപ്പത്തിൽ തന്നെ പിടിച്ചു കൊണ്ടുപോയി. അവസാനം പടച്ചവനെ ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. ആകാശത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും അവിടെ നിന്ന് കരിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അതിനകത്തേക്ക് വലിച്ചെറിയാ തയ്യാറെടുക്കുമ്പോ ആ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബിയെ വലിച്ചെറിഞ്ഞതും ഒറ്റയ്ക്കായിരുന്നു സഹോദരാ. ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞതെന്തെന്നറിയുമോ? ലമ്മാ അൽഖാ ഇബ്രാഹീമു ഫിന്നാർ ഖാല അല്ലാഹുമ്മ ഇന്നക ഫിസ്സമാഇ വാഹിദാ അല്ലാഹുമ്മ ഇന്നക ഫിസ്സമാഇ വാഹിദാ വഅന ഫിൽ അർളി വാഹിദാ. നമ്രൂദിന്റെ ഭയാനകമായ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അമ്പും വില്ലും തയ്യാറാക്കി വെച്ച് അതിനകത്തേക്ക് എയ്ത് വിടാൻ പോകുമ്പോ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുന്ന, നബിയെ സഹായിക്കാൻ, നബിയെ രക്ഷപ്പെടുത്താൻ, നബിയെ ഒരു അനുവാദം നൽകിയാൽ ഈ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞപ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുമ്മ ഇന്നക ഫിസ്സമാഇ വാഹിദാ. പടച്ച റബ്ബേ, ആകാശത്തിലിരിക്കുന്ന അല്ലാ നീ ഏകനാണ്, നീ ഏകനാണ്. വാന ഫിൽ അർളി വാഹിദാ.
നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് പോകുന്ന ഞാനും ഏകനാ അല്ലാ, എന്നെ കൈവിടല്ലേ അല്ലാ, എന്റെ റബ്ബ് നീയാണ്, എന്നെ സംരക്ഷിക്കവൻ നീയാണ്. പടച്ചവനെ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് കടന്നു പോകുമ്പോഴും അതാ ഈമാൻ എന്ന് പറഞ്ഞാൽ, അതാണ് യഖീൻ എന്ന് പറഞ്ഞാൽ, അല്ലാഹ് ഹൃദയത്തിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പടച്ചവനെ ഏത് കൊടിയ പീഡനമുണ്ടല്ലോ, എത്ര വലിയ പീഡനങ്ങളാണെങ്കിലും അവന്റെ ജീവിതത്തിൽ ഒരു ചലനമില്ല, അവന്റെ ഈമാനിൽ ഒരു മാറ്റമില്ല, അവന്റെ വിശ്വാസത്തിൽ ഒരു മാറ്റമില്ല. അതുകൊണ്ടാണ് പഴുത്തു കിടക്കുന്ന മലരാരുണ്യത്തിൽ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടമാറ കൊണ്ട് തല്ലിച്ചതച്ചുകൊണ്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കടന്ന് യാചിക്കുമ്പോ ഒട്ടകത്തിന്റെ മൂത്രമെടുത്തുകൊണ്ട് വന്ന് ബിലാൽ തങ്ങളുടെ വായിലേ കുടിച്ചു കൊടുക്കുകയാ. ഇവിടെ കിടന്ന് ചാകട എന്ന് പറഞ്ഞ് മദീനയുടെ തെരുവിലൂടെ കഴുത്തിലെ ചങ്ങലയിട്ട് വലിച്ചിട്ട് അതാ തെരുവിലൂടെ വലിച്ചിടച്ചുകൊണ്ട് നടക്കുമ്പോഴും ബിലാൽ റളിയല്ലാഹു തആല അൻഹു എന്തിനാ ഇങ്ങനെ പീഡിപ്പിച്ചതെന്നറിയുമോ, എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നറിയുമോ? അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിലാ, അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിൽ ഇങ്ങനെ ചെയ്ത ബിലാലിനോട് ഇത്രയും ക്രൂരത കാണിച്ച ബിലാൽ തിരിച്ചു വരുമെന്ന് കരുതിയിട്ട് അതാ പടച്ചവനെ ബിലാലിന്റെ യജമാനന്മാരെ തല്ലിച്ചതയ്ക്കുമ്പോഴും ബിലാൽ റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞത് അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. തല്ലുന്നവന്റെ കൈകടയ്ക്കുന്നതല്ലാതെ ബിലാൽ തങ്ങളുടെ തീരുമാനത്തിലെ വിശ്വാസത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പീഡനങ്ങള് എത്ര വലിയ ക്രൂര പീഡനങ്ങളാകട്ടെ, നമ്രൂദിന്റെ കണ്ണിലാ ഇബ്രാഹിം നബിയുടെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന തീയുണ്ടല്ലോ, അതിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും കരിയുകയാണ്. അത്രയും ഭയാനകമായ തീക്കുണ്ടാരത്തിലേക്ക് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിയാ തയ്യാറാകുമ്പോ ഇബ്രാഹിം നബി പറയുന്നു, അല്ലാ നീയും ഏകനാണ്, ആകാശത്തിലുള്ള നീ ഏകനാണ്. ഈ നമ്രൂദിന്റെ തീക്കൊണ്ടാരത്തിലെ ഭൂമിയിലേക്ക് ഇരിക്കുന്ന ഞാനും വലിച്ചെറിയുന്ന ഞാനും ഏകനാണല്ലാ, എന്നെ സംരക്ഷിക്കണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞപ്പോ കുല്യാനാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഇത് കെട്ടുകഥയല്ലോ, ഇത് കെട്ടുകഥയല്ലോ. ആകാശത്തിലൂടെ പോകുന്ന പറവകൾ പോലും കരിഞ്ഞു വീഴുന്ന ഭയാനകമായ തീക്കുണ്ടാരത്തിന്റെ അകത്ത് ദിവസങ്ങളോളം 40ഓളം ദിവസങ്ങൾ അതിനകത്ത് കിടന്നിട്ട് ഒരു രോമം പോലും കരിയാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു വരികയാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇന്നത്തെ ഈ ഉമ്മത്ത് പഠിക്കാൻ, ഇന്നത്തെ ഈ സമുദായം പഠിക്കാൻ ഓരോ വർഷവും ബലിപെരുന്നാൾ കടന്നു വരുന്നത്, ഇടോ ഇനി നിനക്ക് വരാൻ പോകുന്ന കാലം സുഖത്തിന്റെ കാലങ്ങളല്ല, നിനക്ക് ആഘോഷിക്കാനുള്ള കാലങ്ങളല്ല. ഓരോ വർഷം കഴിയുമ്പോഴും പീഡനങ്ങളും ത്യാഗങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും നിന്നെ തേടി തേടി വരികയാണ്. അതുകൊണ്ട് നിന്റെ ഈമാനിനെ ഒന്ന് പുതപ്പിക്ക്, നിന്റെ ഈമാനിനെ ഒന്ന് പുതുക്ക്, നിന്റെ ഈമാനിനെ നീ ഒന്ന് ഉറപ്പിക്ക്. ഇത് പഠിപ്പിക്കാനാണ് ഓരോ വർഷവും പരിശുദ്ധമായ ബലിപെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിറന്ന നാട്ടിൽ നിന്ന് ഷാമിലേക്ക് പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്ക്. ഓരോ ബലിപെരുന്നാളും വന്നിട്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്തിനു വേണ്ടിയാ? ഈമാൻ ഉറയ്ക്കാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ചരിത്രം പറയുകയാണ്, പിറന്ന നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. NRC ഒക്കെ വരുന്നതേ ഉള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മറന്നുപോയോ? ജനിച്ച നാട്ടിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പുറത്താക്കി. അവിടെ നിന്ന് ചരിത്രം പറയുന്നു, ബന്ധുവായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ലൂത്ത് നബിയുടെ ഭാര്യ സാറാ ബീവിയും കുറെ ആളുകളുമായിട്ടാണ് ഷാമിലേക്ക് പോയത്. ഷാമിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോകാൻ പോയപ്പോൾ അവിടുത്തെ ഭരണാധികാരി, പടച്ചോനെ പെണ്ണുങ്ങളെ കണ്ടാ കൊതി തോന്നുന്ന ഒരുത്തനാ അവിടുത്തെ ഭരണാധികാരി. അങ്ങനെ ചില രാജ്യത്തെ ആൾക്കാർ അങ്ങനെയാണല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടേക്ക് കടന്നു പോയപ്പോൾ
അവിടുത്തെ രാജാവ് പെണ്ണുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ, സുന്ദരികളായ പെണ്ണുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ വിടാത്ത ഒരു ഭരണാധികാരിയുടെ നാട്ടിലേക്കാണ് ഇബ്രാഹിം നബി അലിഹിസ്സലാമും സാറാ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് കടന്നുപോയത്. അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ രാജ്യത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെയും പ്രയാസങ്ങളും പീഡനങ്ങളുമായിരുന്നു. അവിടെ നിന്ന് ചരിത്രം പറയുന്നു, ആ നാട്ടിൽ നിന്നാണ് അവസാനം ഇബ്രാഹിം നബി അലിഹിസ്സലാമും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സാറാ ബീബി റളിയല്ലാഹു തആല അൻഹ അവരുടെ അവിടുത്തെ വല്ലാത്ത ചരിത്രങ്ങളുണ്ട്. അവസാനം അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അവിടെ നിന്നാണ് മഹദി ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് കിട്ടിയത്. ചരിത്രം അറിയുന്നു, സാറാ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വർഷങ്ങളായി മക്കളില്ല. അതൊരു വലിയ ചരിത്രമാണ്, നമ്മൾ പഠിക്കേണ്ട ചരിത്രമുണ്ട്. അതിനകത്ത് ഒരു വലിയ ഗുണപാഠമുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ പിന്നെ രണ്ട് കെട്ടി ആരും ഇല്ലാത്തതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കേണ്ടത്, സാറാ ബീബി റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിഞ്ഞു, മക്കളില്ല, ഒരുപാട് കാലമായി മക്കളില്ല, പ്രായമുണ്ട്. ആ സമയത്താണ് സാറാ ബീബി റളിയല്ലാഹു തആല അൻഹ ഇബ്രാഹിം നബിയോട് പറഞ്ഞു, നമുക്ക് മക്കളൊന്നും ഇല്ലല്ലോ, നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം. ഇബ്രാഹിം നബി പറഞ്ഞില്ല, മറ്റൊരു വിവാഹം കഴിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് രണ്ടാമതൊരു ഭാര്യയെ തിരഞ്ഞുകൊടുത്തത് ആരാ? ഇബ്രാഹിം നബിക്ക് രണ്ടാമത് വിവാഹം കഴിക്കാനുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്തതാരാ? മഹദിയായ സാറാ ബീബി റളിയല്ലാഹു തആല അൻഹ. ആരെയാ തിരഞ്ഞെടുത്തത്? ആരെയാ? ഹാജറ ബീബി റളിയല്ലാഹു തആല. ഹാജറ ബീബിക്ക് ഗ്ലാമർ കുറവാ, മനസ്സിലാക്കണം. ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹയാണ് സാറാ ബീബി റളിയല്ലാഹു തആല അൻഹ തിരഞ്ഞെടുത്തത്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാറാ ബീബി റളിയല്ലാഹു തആല അൻഹ കല്യാണം എല്ലാം കഴിഞ്ഞപ്പോൾ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായി. അതിനോടൊപ്പം സാറാ ബീവിയും ഗർഭിണിയായി, രണ്ടുപേർക്കും മക്കളായി. അപ്പോൾ ചിന്തിക്കണം, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഭാര്യയായ ഹാജറ ബീവിയെയും ഇസ്മായിൽ നബിയെയും കൂട്ടിയിട്ട് ആ വീട്ടിൽ നിന്ന് പൊക്കോളാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതേ പറഞ്ഞേ, മക്കളായപ്പോൾ അവിടെ നിന്ന് എന്ത് പറഞ്ഞു? എടുത്തുകൊള്ളാൻ പറഞ്ഞു. അവിടെ നിന്ന് ചരിത്രം പറയുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരെയും കൊണ്ട് മക്കയിലേക്ക് കടന്നുപോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ, ഇപ്പോൾ ഞാൻ ഹജ്ജിന് പോകുന്ന സമയത്ത് മിനായിൽ ഇങ്ങനെ താമസിക്കുന്നത് കാരണം ഒന്ന് പോയി നമ്മൾ പോയിട്ട് തവാഫ് ചെയ്താലല്ലേ തഹല്ലുലാകാൻ പറ്റും. അപ്പം നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ഒരുമിച്ച് പോകത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനും ഇപ്പോൾ CM വലിയുള്ളാഹി മക്കാമിൽ, മടവൂര് മക്കാമിൽ ജോലി ചെയ്യുന്ന മഹാനായ പാറന്നൂർ ഉസ്താദ്, അല്ലാഹു ഉസ്താദിൻ്റെ ഖബറിടം വിശാലാക്കി കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിൻ്റെ മകൻ, ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു പോയി ഒന്ന് കഅബയിൽ പോയിട്ടൊന്ന് തവാഫ് ചെയ്ത് വരാം. കാരണം അത്ര ദൂരം ഒറ്റയ്ക്ക് പോകണം. അവസാനം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചൊരു വൈകുന്നേര സമയത്തൊരു മഗ്രിബൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരാൾ പറഞ്ഞു, ആ കാണുന്ന നടന്ന ഒരു പാലം കാണിച്ചെന്ന്, ആ പാലത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ വണ്ടി കിട്ടുമെന്ന്. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി നിന്നപ്പോൾ ഒരു ബസ് വന്നു. അവസാനം ആ ബസ്സിനകത്ത് ഹറമെന്ന് പറഞ്ഞ് കയറ്റുമെന്ന് പറഞ്ഞ് കൊണ്ടുവിടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ബസ്സിനകത്ത് കയറി. അല്ലാഹുവേ, അവസാനം ഇങ്ങനെ നോക്കുമ്പോൾ വേറെ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ബസ് ഇങ്ങനെ പോവാ. പാകെ ഇങ്ങനെ നോക്കുമ്പോൾ ക്ലോക്ക് ടവർ മാത്രം കാണാം, വേറെ ഒന്നും കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ആ വണ്ടി പോകുന്ന റോഡ് മനസ്സിലാക്കുമ്പോൾ തന്നെ അറിയാം അത് ഹറമിലേക്കല്ല പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ ഹാജിമാരാ. അവസാനം എൻ്റെ പ്രിയപ്പെട്ടവർ, ഇപ്പം തന്നെ ഈ പോക്കും രംഗമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി അത്ര നല്ല ഒരു സാഹചര്യമല്ല എന്ന്. സത്യം പറഞ്ഞാൽ കയ്യിലുണ്ടായിരുന്ന പൈസയിൽ നിന്നൊരല്പ പൈസ എടുത്ത് ഞാൻ മാറ്റിവെച്ചു. കാരണം എനിക്ക് കാര്യം മനസ്സിലായി. ഒരല്പം പൈസ എടുത്ത് ഞാൻ മാറ്റിവെച്ചു. എൻ്റെ പ്രിയപ്പെട്ടവർ, അവസാനം ആ ഹജ്ജിന് പോയി ഇഹ്റാം കെട്ടിയിരുന്ന ഹാജിയാക്കന്മാരായ ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ട് വഴി നിർത്തിയിട്ട് നമ്മുടെ കയ്യിലിരുന്ന പൈസ പിടിച്ചു വാങ്ങിയിട്ട് ഇറക്കി വിട്ടു. ഇതൊരു അനുഭവമാണ്, പഠിക്കണം. ഞങ്ങൾ രണ്ടുപേരെയും ഉണ്ടായിരുന്ന പൈസ മുഴുവൻ, ആ ഒരു പൈസ മാറ്റിവെച്ചത് കൊണ്ട് ഞങ്ങൾക്ക് തിരിച്ച് കഅബയുടെ മുന്നിൽ വരെ പോകാൻ പറ്റി. അവിടെ ഇറക്കി വിട്ടിട്ട് അവസാനം നമ്മൾ ഉള്ളതെല്ലാം പിടിച്ചു വാങ്ങിയിട്ട് ഇറക്കി വിടുന്നൊരവസ്ഥ. ഹജ്ജെന്ന് പറഞ്ഞാൽ വലിയ ത്യാഗമാണ്. നമ്മൾ ആലോചിക്കണം, ഒരു ഹാജിയോട് പോലുമുള്ള ചിലരുടെ പെരുമാറ്റം അതായിരുന്നു. അവസാനം ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നു. അപ്പോൾ ഇങ്ങനൊരു വണ്ടി വന്നു, അതിൽ കൈ കാണിച്ചപ്പോൾ അവർ നല്ല മനുഷ്യൻ
ഇഹ്റാമിൻ്റെ വസ്ത്രമായതുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ കയറ്റി ഒരു സ്ഥലത്ത് കൊണ്ടുവിട്ടു. അവിടെ നിന്ന് പിന്നെ ഒരു വണ്ടി കയറി പിന്നെ എത്രയോ സഞ്ചരിച്ചാണ് ഹറമിൽ വന്നത്. രണ്ടുപേരും വലിയ മനസ്സ് വേദനിച്ചുകൊണ്ട് ഹറമിൻ്റെ മുന്നിൽ വന്ന് അൽഹംദുലില്ലാ തവാഫൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ ഇരുന്നപ്പോൾ ആ ദുഃഖത്തിന് പകരം അള്ളാഹു ഒരു സന്തോഷം തന്നു. ആ ഹജ്ജക്ക് തവാഫെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഹജറുൽ അസ്വദ് ഞാനൊന്ന് മുത്തിയിട്ട് വരട്ടെ. അപ്പം പറഞ്ഞു, എൻ്റെ പൊന്നാര കാസിമി, ഹജ്ജിൻ്റെ സമയം പറ്റൂല. എങ്കിലും അൽഹംദുലില്ലാ ഞാൻ പോയി ഹജറുൽ അസ്വദ് മുത്തിയിട്ട് തിരിച്ചു വന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, എന്നാ നീ ഇവിടെ ഒന്ന് ഇരി, ഞാനും പോയിട്ട് വരട്ടെ. അദ്ദേഹവും പോയിട്ട് ഹജറുൽ അസ്വദ് മുത്തി. അൽഹംദുലില്ലാ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ ഒരു വലിയ പരീക്ഷണം അല്ലാഹു തന്നു. ആ പരീക്ഷണത്തിൽ ഹജ്ജിന് പോയ ഉംറയ്ക്ക് പോകുമ്പോൾ പോലും ഹജറുൽ അസ്വദ് മുത്താൻ പറ്റൂല, അത്രയ്ക്കും തിരക്ക്. അപ്പം ഹജ്ജിന് പോയിട്ട് മുത്തണമെങ്കിലോ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ വണ്ടിയിലൂടെ കൊണ്ടുപോയി 2 മലകൾക്കിടയിൽ കൊണ്ടുപോയി ഇപ്പത്തെ മക്കയിൽ കൊണ്ടുപോയി വിട്ടപ്പോൾ പോലും പേടിച്ചു പോയെങ്കിൽ അള്ളാഹുവെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും ചോര കുഞ്ഞിനെയും കൊണ്ടുപോയി മരുഭൂമിയിൽ ഇറക്കി വിട്ടു. പറവകൾ പോലുമില്ല, വെള്ളമില്ല, വന്യമൃഗങ്ങളുള്ള ആ മലരാരുണ്യത്തിൽ സഫായും മറുവായും എന്ന് പറയുന്ന 2 മലകൾക്ക് നടുവിൽ കൊണ്ടുവന്ന് പാല് കുടിക്കുന്ന ചോര കുഞ്ഞിനെയും പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെയും കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. കഴിക്കാൻ ഇത്തിരി ഭക്ഷണം കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കാതെ പോവാ ഭർത്താവ്. അവിടെ നിന്ന് തിരിഞ്ഞു നോക്കാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുന്നിലേക്ക് നടന്നു പോകുമ്പോൾ, അവിടെ നിന്ന് തൻ്റെ വാഹനത്തിന്റെ മുകളിൽ കയറിയിട്ട് പോകുമ്പോൾ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, എന്തേ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് നിങ്ങൾ എങ്ങോട്ട് പോവാ? എങ്ങോട്ട് പോകാ? എത്ര ചോദിക്കുന്നു, മിണ്ടുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. അവസാനം ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണോ സ്വന്തം തീരുമാനമാണോ? ഇന്നത്തെ പെണ്ണുങ്ങൾ പഠിക്കണം. എൻ്റെ ഭർത്താവിന് ജോലിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഭർത്താവില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങൾ. ഭർത്താവ് ഒന്ന് കടന്നുപോയാൽ എന്ത് ചെയ്യും? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ ചോര കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ട് 2 മലകളുടെ നടുവിൽ ഒരു പറവ പോലുമില്ലാത്ത ആ പടുത്ത് കിടക്കുന്ന മലരാരണത്തിലെ പൊന്നുമോനെ മടിയിൽ വെച്ചിട്ട് ചോദിച്ചു ഇബ്രാഹിം നബിയോട്, അള്ളാന്റെ തീരുമാനമാണോ സ്വന്തം തീരുമാനമാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാന്റെ തീരുമാനമാ. എന്നാ തിരിഞ്ഞു നോക്കാതെ പൊക്കോളി നിങ്ങൾ. അതാ ഭാര്യ, അതാ ഈമാൻ. അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, അള്ളാഹുടെ തീരുമാനമാണെങ്കിൽ നിങ്ങൾ പൊക്കോ. കാരണം അള്ളാഹുവിനറിയാൻ ഞങ്ങളെ സംരക്ഷിക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് തൻ്റെ വാഹനത്തിൽ കയറിപ്പോയി. ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ തൻ്റെ പ്രിയപ്പെട്ട മകനെ മടിയിൽ വെച്ചിട്ട് വളർത്താൻ തുടങ്ങി. ചരിത്രം നമുക്കറിയാം. ഒരിറ്റു വെള്ളത്തിന് വേണ്ടി സഫയും മറുവയും കയറിയിറങ്ങിയ ഹാജറ ബീബി. വർഷങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയി. ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ഇസ്മായിൽ എന്ന പൊന്നുമകനെ കടത്തിയിട്ട് പൊന്നുമകൻ കടന്ന് കരയുമ്പോൾ സഫാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറും. വെള്ളം വല്ലതും ഉണ്ടോ? പർവ്വതത്തിന്റെ മുകളിൽ ചെല്ലുമ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. ഒരൊറ്റ ഓട്ടം. വല്ല മൃഗങ്ങളും പിടിച്ചോ? മോനെ ഇല്ല. അടുത്ത് വന്നപ്പോൾ പൊന്നുമോൻ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അടുത്ത മലയുടെ മുകളിലേക്കും മറുവയുടെ മുകളിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി. സഫാ മറുവ, സഫാ മറുവ, ഇങ്ങനെ മറുവ സഫ, ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും നടന്ന് അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് മറുവ മലയുടെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കണില്ല. തൻ്റെ പൊന്നാര മകന്റെ കരച്ചിൽ കേൾക്കുന്നില്ല. ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടുകയാണ്. അല്ലാഹുവേ, തൻ്റെ മകന് താഴെ ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ് കരച്ചിൽ കേൾക്കുന്നത്. പക്ഷേ തൻ്റെ പൊന്നുമകന്റെ കരച്ചിൽ കേൾക്കാതെ വന്നപ്പോ എൻ്റെ പൊന്നുമോനെ വല്ലതും പിടിച്ചു തിന്നോ? പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഓടി വരുന്ന ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ കാണുന്നത് ഇസ്മായിൽ എന്ന പൊന്നുമകനെ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് കാലിട്ടടിച്ച് കളിക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് എവിടത്തെ വെള്ളം വറ്റിയാൽ എത്ര കുടിച്ചാലും വറ്റാത്ത സംസം കിണറുണ്ടല്ലോ. ആ ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നാര മകനെ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് അള്ളാഹു കൊടുത്ത വെള്ളമാണ് സംസം വെള്ളം. അള്ളാഹുവേ, ചെന്ന് മതി വരുവോളം കോരി കുടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ.